ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരുടെ വെക്കേഷൻ എങ്ങനെ പോണു? ഈ പ്രാവശ്യം നല്ല ചൂടായതുകൊണ്ട് തന്നെ ആദ്യത്തെ പോലെ യാത്രകൾ പോകാനോ പുറത്തേക്ക് പോകുമ്പോഴോ ഒന്നും ഒരു കംഫർട്ടബിൾ അല്ല. മാത്രമല്ല, പുറത്ത് പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാലും അതും ഒരു സുഖമില്ല. അതുകൊണ്ട് കൂടുതൽ സമയം വീട്ടിൽ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ നമ്മളുള്ള സമയത്ത് നമ്മുടെ റുട്ടീനിൽ ഉൾപ്പെടുത്താവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ വെക്കേഷൻ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും പറ്റും. മാത്രമല്ല, കുറച്ചും കൂടി സേഫായിട്ട് എല്ലാ കാര്യങ്ങൾ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചാനലിൽ കാണിക്കുന്നത് എന്തെങ്കിലും ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിക്ചേഴ്സ് അയച്ചു തരാം കേട്ടോ. അതിനുള്ള മെയിൽ ഐ ഡി ആണ് malayali.momcrafts@gmail.com. 3 മുതൽ 4 പിക്ചേഴ്സ് അയക്കാം. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ച പിക്ചേഴ്സ് നമുക്കൊന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് വീഡിയോ കാണാം. ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഒരു വലിയ ബോട്ടിലിൽ വെള്ളം കൊണ്ട് ഫില്ല് ചെയ്തിട്ട് ഡൈനിങ് ടേബിളിമേയോ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്പേസിൽ എവിടെയാണോ കൊണ്ടുവയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിതിങ്ങനെ വെക്കുമ്പോൾ അത് കാണുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ പോയി എടുത്ത് കുടിക്കാൻ നമുക്ക് പലപ്പോഴും മടി തോന്നും. അപ്പോൾ നമ്മൾ കുടിക്കില്ല. അപ്പോൾ ഞാൻ ഗ്ലാസ് ബോട്ടിലാണ് വെള്ളം വെച്ചിരിക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റീൽ ബോട്ടിലിൽ വെക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ടൊക്കെ നല്ല രസത്തിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനത്തെ ടംബ്ലർ മേടിക്കാൻ കിട്ടും, അത് ഉപയോഗിക്കാം. ഇത് മഗ്ഗിൻ്റെ ഷേപ്പിലാണ്, നല്ല വലുതാണ്, ലിഡ് ഉണ്ട്, സ്ട്രോ ഉണ്ട്. നമുക്ക് യാത്ര പോകുമ്പോഴും അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളമൊക്കെ നമുക്കിതിൽ വെക്കുമ്പോൾ അത് തണുപ്പ് പോവാതെ അല്ലെങ്കിൽ ചൂട് പോവാതിരിക്കാനും ഈ ടംബ്ലർ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ വില കൂടിയ ബ്രാൻഡിലും വരുന്നുണ്ട്, കുറവിൻ്റെയും വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ 2 നേരം നല്ല വൃത്തിയായിട്ട് കുളിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പുറത്ത് പോയി വന്നാലും നല്ല ചൂടാണ്, ബോഡി നല്ല കൂളായിട്ട് വെക്കാനായിട്ട് നമ്മൾ കുളിച്ച് വൃത്തിയായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ചൂടെടുക്കുന്നത് കുറച്ച് കുറയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും, നല്ല സ്മെല്ലും ആയിരിക്കും. ഇനി 5ാമതായിട്ട് നമ്മൾ നല്ല കംഫർട്ടബിളായ ഡ്രസ്സ് യൂസ് ചെയ്യുക. കോട്ടൺ മെറ്റീരിയൽ, ഇങ്ങനത്തെ ടീഷർട്ട്സ് ഇതൊക്കെ ഉപയോഗിക്കാനായിട്ടും കൂടി നോക്കുക. അത് തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. കാരണം പുറത്ത് പോകുമ്പോൾ അല്ലാത്ത ഡ്രസ്സുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ കംഫർട്ടബിൾ അല്ല. കുറേ പേര് സ്കിൻ കെയർ ടിപ്സൊക്കെ ചോദിച്ചിരുന്നു. ടീനേജേഴ്സ് ആയാലും കുട്ടികൾക്കും അങ്ങനെ കുറേ സ്കിൻ കെയർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ടീനേജേഴ്സിന് വേണമെങ്കിൽ ബോഡി ലോഷൻ എന്തെങ്കിലും കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാം. മുഖത്ത് കുറേ അധികം അപ്ലൈ ചെയ്താലും നമ്മൾ ഭയങ്കരമായിട്ട് വിയർക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും. പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഡിയോ റോൾ ഓൺ യൂസ് ചെയ്യാം. അത് സ്ഥിരമായിട്ട് ഒരു പ്രൊഡക്ട്സും സ്ഥിരമായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യം അനുസരിച്ച് യൂസ് ചെയ്യുക. ലിപ് ബാം ചുണ്ട് വല്ലാതെ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുക. എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതെല്ലാം യൂസ് ചെയ്താൽ മതി. നല്ല സ്മെല്ലിന് വേണ്ടി നമുക്ക് പെർഫ്യൂംസും അത്രയൊക്കെയാണ് യൂസ് ചെയ്യാറ്. അത് നല്ല സ്ട്രോങ് സ്മെല്ലായിരിക്കും. അപ്പോൾ അതല്ലാത്തത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ബോഡി മിസ്റ്റ്. ഇത് പല ബ്രാൻഡിൻ്റെയും വരുന്നുണ്ട്, നല്ലത് നോക്കിയിട്ട് എടുക്കാം. ഇത് ലൈറ്റ് സ്മെല്ലാണ്, നമുക്ക് ഡെയിലി യൂസിനായാലും കുഴപ്പമുള്ളതല്ല. ചൂട് സമയത്ത് നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയും തലയിൽ നമുക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുടി വാഷ് ചെയ്യാനും തലയിൽ ഓയിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. ആഴ്ചയിൽ 3 ദിവസമായാലും മതി തലമുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് നന്നായി വാഷ് ചെയ്യുക. കാരണം തലയിൽ ഒരു പ്രത്യേക സ്മെല്ല് വരും ചൂട് സമയത്ത് വിയർക്കുമ്പോഴൊക്കെ. നമുക്കത് ഫീൽ ചെയ്യില്ല, മറ്റുള്ളവർക്കത് ഫീൽ ചെയ്യും. അത് നമുക്കും നല്ലതല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പരമാവധി വെയിലത്ത് പുറത്ത് പോകാതിരിക്കുക. ഇനി പോകുന്നുണ്ടെങ്കിൽ തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മുഖത്തും കയ്യിലും കാലിലും ഒക്കെ നമ്മുടെ ബോഡി സൺ എക്സ്പോസ് ആവുന്ന എല്ലാ ഏരിയാസിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഫാർമസിയിൽ പോയാലോ അല്ലെങ്കിൽ ഷോപ്പുകളിൽ പോയാലോ നല്ല സൺസ്ക്രീൻ നോക്കി എടുക്കാനായിട്ട് കിട്ടും. ചൂട് സമയമായതുകൊണ്ട് തന്നെ നന്നായിട്ട് ജ്യൂസുകൾ കുടിക്കുക. നാരങ്ങ വെള്ളം അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ മാങ്ങയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ മാംഗോ പൾപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബോട്ടിലിൽ. അത് വെച്ചിട്ട് നമ്മൾ ജ്യൂസുകൾ ഉണ്ടാക്കി അത് ഇടയ്ക്കിടയ്ക്ക് ജ്യൂസും വെള്ളവും മോരും വെള്ളം അങ്ങനത്തെ ഒക്കെ കുടിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇസയ്ക്ക് അത് ഇഷ്ടമായതുകൊണ്ട് അവൾ എപ്പോഴും ഇങ്ങനത്തെ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കി പരമാവധി അധികം മധുരം ചേർക്കാതെ ജ്യൂസുകൾ കുടിക്കാനായിട്ടും കൂടി നോക്കുക. ഇതൊക്കെ നമ്മുടെ ബോഡി നല്ല കൂളാക്കി വെക്കാൻ സഹായിക്കും. ഇനി നിങ്ങൾ പുറത്തോട്ട് പോകുന്നതിന് മുൻപ് ഇതുപോലെ എന്തെങ്കിലും ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് പോകാനായിട്ട് നോക്കുക. അതുപോലെ ബാഗ് എടുക്കുമ്പോൾ ബാഗിൽ എന്തായാലും ഒരു ബോട്ടിൽ വെള്ളം കൂടി വെക്കാൻ മറക്കരുത്. അപ്പോൾ വെള്ളം നന്നായി കുടിച്ചിട്ട് പോയാൽ നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരില്ല. ഒരു കുട വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ബാഗിൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മൾ നല്ലൊരു ടവൽ, നല്ല മൈക്രോ ഫൈബറിൻ്റെ ആയാലും നല്ലൊരു ടവൽ ഉപയോഗിക്കുക. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ വിയർക്കുമ്പോഴായാലും നമുക്ക് നന്നായിട്ട് അബ്സോർബ് ആവും. അങ്ങനത്തെ നല്ലൊരു ടവൽ വെക്കുക. പിന്നെ ഒരു തൊപ്പി വേണമെങ്കിൽ നമുക്ക് വെക്കാം. കുട എടുത്തിട്ടില്ലെങ്കിൽ ഒരു തൊപ്പി വെക്കാം. ആ തൊപ്പി വെച്ചിട്ട് നമുക്ക് നടക്കാം. പിന്നെ നമുക്ക് ചൂട് അധികം ആകുമ്പോൾ നമ്മുടെ ഫേസ് നല്ല തണുപ്പിക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ വെറ്റ് വൈപ്സ് മേടിക്കാൻ കിട്ടും. ഒരു പാക്കറ്റിൽ 20 എണ്ണം അങ്ങനെയൊക്കെ ആയിട്ട്. അത് ഒരെണ്ണം വാങ്ങി വെക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് തുടയ്ക്കാനായിട്ടും ഒക്കെ യൂസ് ചെയ്യാം.
അതുപോലെ തന്നെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് മിഠായി എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വെക്കണം നല്ലതാണ്, ബാഗിലിടുന്നത് കേട്ടോ. നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ചൂടൊക്കെ ആയിട്ട് വല്ലാതെ നമുക്കിങ്ങനെ ഡള്ളാവും, തല ചീറ്റണ ഒരു ഫീലൊക്കെ വരുമ്പോൾ ഒരു മിഠായി എടുത്ത് കഴിച്ചാൽ പെട്ടെന്ന് നമുക്കൊരു എനർജി കിട്ടും. അതെപ്പോഴും നമ്മുടെ കയ്യിൽ വെക്കണം നല്ലതാണ്. ഒരു ചെറിയൊരു മിഠായി നമ്മൾ വെക്കുക, അപ്പോൾ ഷുഗറൊക്കെ പെട്ടെന്ന് കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു തളർച്ച ഫീൽ ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ബൂസ്റ്റ് കിട്ടാൻ ഒരു മിഠായി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുവരെ നോക്കിയത് നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ക്രിയേറ്റിവിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് സമ്മർ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് ഞങ്ങൾ കഴിഞ്ഞ സമ്മറിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഈസി ക്രാഫ്റ്റ് ഐഡിയാസാണ്. അപ്പോൾ ആദ്യത്തേത് സമ്മർ തീമിലുള്ളൊരു പോസ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്കിതിങ്ങനെ പിക്ചർ വരച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് കൊടുത്ത് സമ്മർ തീമിൽ വരച്ചിട്ട് നമ്മുടെ സ്റ്റഡി ഏരിയയുടെ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല ഈസി ഒരു ഐഡിയ ആണ് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോളൂ. സമ്മർ എന്ന് പറയുമ്പോൾ നല്ല കളർഫുള്ളാണ്, അതുകൊണ്ട് ആ ഒരു തീമിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ സമ്മർ തീമിലുള്ള നമ്മുടെ ഈ ഒരു സിമ്പിളായിട്ടുള്ള പോസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സമ്മർ ടൈമിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? തണുത്ത ഭക്ഷണമൊക്കെ കഴിക്കുക, പ്രത്യേകിച്ച് ഐസ്ക്രീം, അതുപോലെ തന്നെ നല്ല തണുത്ത ജ്യൂസൊക്കെ കുടിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ നമുക്ക് ഐസ്ക്രീം തീമിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കോർ ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കുറേ ഡിസൈനിൽ ഐസ്ക്രീം ഇങ്ങനെ വരച്ചെടുത്തിട്ട് അത് കളർ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് പോപ്സിക്കിളുടെ ഡിസൈനിലാണ് വരയ്ക്കുന്നത്. അതായത് നമ്മുടെ കൂൾ ഐസ് ഉണ്ടല്ലോ, ആ ഐസ്ക്രീമാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ A4 ഷീറ്റ് എടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൽ ഐസ്ക്രീമിൻ്റെ ഡിസൈൻ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ള ഈ ഒരു പീസ് പേപ്പറിൽ ഒരു പോപ്സിക്കിളുടെ ഡിസൈൻ വരച്ചിട്ട് അതൊന്നിച്ച് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഒരുപാട് പീസസ് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഡിസൈൻസിൽ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഈ ഒരു ഐസ്ക്രീമിൻ്റെ പേപ്പർ നമുക്ക് കളർ ചെയ്തെടുക്കാം.
ഇനി കളർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ ഐസ്ക്രീമിൻ്റെ ഈ പേപ്പേഴ്സ് ഉണ്ടല്ലോ, ഇത് നമുക്കൊരു ചരടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ഗ്ലൂവോ യൂസ് ചെയ്യാം. അപ്പോൾ സെല്ലോ ടേപ്പ് നമ്മൾ ഇതുപോലത്തെ ക്ലിയർ ആയിട്ടുള്ള സെല്ലോ ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ ഗ്ലൂ വരുന്ന ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ പേപ്പർ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്താൽ അത് ഈസി ആയിട്ട് അത് ചെയ്ത് കഴിയും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ പീസസും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ടും ചെയ്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് കേർട്ടൻ്റെ മുകളിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിൻഡോയുടെ മുകളിലൊക്കെ ഹാങ് ചെയ്യുന്നൊരു ഡെക്കോർ പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഈസി ആയിട്ടുള്ള ഒരു ഡെക്കോർ ഐറ്റം ഉണ്ടാക്കാം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പെൻ ഹോൾഡറാണ്. ഇതിനായിട്ട് നമ്മൾ ഒരു ഫ്രൂട്ട്സിൻ്റെ ഡിസൈനിലാണ് ഈ പെൻ ഹോൾഡറിന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പൈനാപ്പിളിൻ്റെ ഡിസൈനിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്കൊരു ബോട്ടിൽ, ഒരു പാനയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ്സോ ബോട്ടിലോ അങ്ങനെയും, പിന്നെ കളർ പേപ്പറാണ് എടുക്കുന്നത്. നമ്മുടെ ഗ്ലാസിൻ്റെ അളവിനുള്ള കളർ പേപ്പർ എടുക്കുക. കളർ പേപ്പറിന്മേ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്രൂട്ടിൻ്റെ ഡിസൈൻ വരച്ച് കൊടുത്ത ശേഷം നമ്മൾ ബോട്ടിലിലേക്ക് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ ഓറഞ്ചോ പൈനാപ്പിളോ വാട്ടർമെലനോ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഡിസൈൻ എടുത്തത് സമ്മർ സീസൺ ആയതുകൊണ്ടാണ്. ചൂടുകാലത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടം ഫ്രൂട്ട്സ് കഴിക്കാനാണല്ലേ. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഡിസൈനിലുള്ള ഒരു പെൻ ഹോൾഡറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എടുത്തിരിക്കുന്ന പേപ്പറിൻ്റെ അളവ് കണ്ടില്ല, ഇത്രയും അളവ് വേണ്ടത്. അപ്പോൾ നമുക്കിനി പേപ്പറിന്മേ ഡിസൈനും കൂടി ചെയ്തിട്ട് ഇത് ബോട്ടിലിലേക്ക് ഫുള്ളായിട്ടും സ്റ്റിക്ക് ചെയ്യാം. നമ്മൾ പൈനാപ്പിളിൻ്റെ ഡിസൈൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പൈനാപ്പിളിൻ്റെ പോലെ തോന്നത്തക്ക രീതിയിൽ ഒരു സിമ്പിൾ ഡിസൈൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ പിക്ചേഴ്സ് അയക്കാൻ നിങ്ങൾ മറക്കരുതിട്ട് നമ്മുടെ മെയിൽ ഐ ഡിയിലോട്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഈ ഒരു കപ്പ് ചെയ്യാം കേട്ടോ, പല പല ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഡിസൈനിൽ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടിപ്സും നിങ്ങൾ ട്രൈ ചെയ്യണം, ഇതിലെ ക്രാഫ്റ്റൊക്കെ ട്രൈ ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ വെക്കേഷൻ നല്ല അടിപൊളിയാക്കണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.